ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സി സെക്ഷൻ ഡെലിവറി നടക്കുന്ന സമയത്ത് നമുക്ക് അനസ്തേഷ്യ വെക്കുമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് എൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പലർക്കും പല എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് എൻ്റെ ഓൺ എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇതിനെക്കുറിച്ച് എന്താണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, ഇതൊക്കെ ഒരു സിമ്പിൾ കാര്യമല്ല. അപ്പോൾ ഇതെന്താണ് വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒറ്റയൊരു ആൻസറേ ഉള്ളൂ. കാരണം എന്താ പറയുക, ഞാനൊക്കെ ആണെങ്കിൽ അനസ്തേഷ്യ അല്ലെങ്കിൽ ഡെലിവറി നടക്കുന്ന സമയത്ത് അതിന് മുന്നേ ഒക്കെ ഭയങ്കരമായിട്ട് ആലോചിച്ചിരുന്നിട്ട് ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടുണ്ട്. കാരണം അനസ്തേഷ്യ എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവമാണ്. അങ്ങനെയാണ് നമ്മൾ കേട്ട് പണ്ട് കാലത്തുള്ളവരൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതിപ്പോൾ അവരെ കുറ്റം പറയുന്നതല്ല, അവരുടെ കാലത്ത് ചിലപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് ആണ് നമ്മൾക്ക് ഷെയർ ചെയ്യുക. അതല്ല, ഇനിയിപ്പം മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ടൊക്കെ നമ്മുടെ അടുത്ത് അഭിപ്രായം പറയുന്നവരുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയല്ല, ചിലപ്പം നമുക്കിപ്പം ഇപ്പം നമ്മുടെ അടുത്ത് പറയുന്ന ആൾ ചിലപ്പോൾ അയാൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത കാര്യമായിരിക്കില്ല പറയുന്നത്, ആരെങ്കിലും പറഞ്ഞു കേട്ടതൊക്കെ ആയിരിക്കും നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം പറയാൻ റീസൺ എന്ന് വെച്ചാൽ അവർക്ക് ചിലപ്പോൾ ആ സമയത്ത് അങ്ങനെ ആയിരിക്കാം. എന്നാൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ അനസ്തേഷ്യ എങ്ങനെയാണെന്നുള്ളത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ഡെലിവറി നടന്നത് പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ, എനിക്കുള്ള എക്സ്പീരിയൻസ്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ അതിനോടൊപ്പം തന്നെ അനസ്തേഷ്യ വെച്ചതിനെ കൊണ്ട് എന്തെങ്കിലും എന്താ പറയുക, ദോഷം നമുക്കുണ്ടോ എന്നൊക്കെ കുറേ പേര് ചോദിക്കാറുണ്ട്. ഇങ്ങനെ നമ്മൾ ടോക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കല്ലോ നോർമലി. അപ്പോൾ അങ്ങനെ ചോദിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ ഭാഗത്തു നിന്നുള്ള ഇതാണ് ഞാൻ ഇന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അനസ്തേഷ്യ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. അതായത് നമുക്ക് എന്തെങ്കിലും ശസ്ത്രക്രിയയൊക്കെ ചെയ്യുമ്പം ശരീരത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗത്ത് വേദന ഇല്ലാതിരിക്കാൻ വേണ്ടി, അതായത് വേദന ശസ്ത്രക്രിയ ചെയ്യുമ്പം വേദന ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കുന്ന ഒരു ഇഞ്ചക്ഷൻ ആണ് കേട്ടോ. അപ്പോൾ ഈ ഇഞ്ചക്ഷൻ നമ്മൾ സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാ ബോഡിയിലും ഒരുപോലെ അല്ല കേട്ടോ. അതിൻ്റെ ഡോസൊക്കെ തീരുമാനിച്ച് മാത്രമേ നമുക്ക് ഡോക്ടർ അത് ഇഞ്ചെക്ട് ചെയ്യത്തുള്ളൂ. കാരണം അതിന് നമ്മുടെ ബോഡി വെയിറ്റ്, അതുപോലെ നമുക്കുള്ള അസുഖങ്ങളൊക്കെ കൺസിഡർ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് കുറേ അങ്ങനെയൊക്കെ എടുക്കും തോന്നുന്നു കേട്ടോ. കറക്റ്റ് അതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല. അപ്പം അങ്ങനെയാണ് നമ്മൾ എന്താ പറയുക, എല്ലാവർക്കും ഒരുപോലെ ഒരു ഇഞ്ചെക്ഷൻ വെക്കല്ല. കൃത്യമായി നമ്മുടെ ബോഡി അനലൈസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് അനസ്തേഷ്യ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതെന്താ എടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിത് അറിയത്തില്ലായിരുന്നു. ഞാൻ എന്താ പറയുക, എനിക്ക് സിസേറിയൻ ആയിരുന്നു ഡോക്ടേഴ്സൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്ക് എൻ്റെ അവസ്ഥ ഞാൻ മുൻപ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് കംപ്ലീറ്റ്ലി പ്ലാസൻ്റ പ്രീവ്യൂ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഒരിക്കലും എനിക്ക് നോർമൽ ഡെലിവറി നടക്കത്തില്ല. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് സിസേറിയനിലേക്ക് പോകേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി 2-3 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണണമെന്ന് ആഗ്രഹമുള്ള, അതായത് പ്ലാസൻ്റ പ്രീവിയെക്കുറിച്ച് ഫുള്ളായി ഡീറ്റെയിൽസ് എന്തൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് എൻ്റെ ഡെലിവറി നടന്നതൊക്കെ കറക്റ്റ് ഫുള്ളായിട്ട് ഞാനത് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണണമെന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായും കാണാം. കാരണം ഇതുപോലുള്ള സിറ്റുവേഷനിലൊക്കെ കടന്നു പോകുന്നവരോ അല്ലെങ്കിൽ കടന്നു പോയിട്ടുള്ളവർക്കൊക്കെ ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ ഹെൽപ്ഫുള്ളായിരിക്കും എന്തായാലും. അതിന് എന്താ പറയുക, പ്ലസിൻ്റെ പ്രീവ്യൂ ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കാണുക കേട്ടോ. അപ്പോൾ കുറച്ച് നിങ്ങൾക്ക് എന്തായാലും മനസ്സിനൊരു ആശ്വാസം കിട്ടുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും അത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇത് സിസ്റ്റർ പറഞ്ഞു തന്നതാണ്. കാരണം അനസ്തേഷ്യൊക്കെ നമുക്കിങ്ങനെ സെറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. എൻ്റെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്മിറ്റ് ആക്കി നമ്മൾ പിറ്റേന്ന് തന്നെ സിസേറിയൻ ചെയ്യുന്നുള്ള ആ ഒരു ഇതിലായിരുന്നു ഉണ്ടായത്. പക്ഷേങ്കിൽ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് അനസ്തേഷ്യൊക്കെ സെറ്റ് ചെയ്യണം, അപ്പോൾ അതിന് ഇന്ന് ഫോർമാലിറ്റീസൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് അറിയാത്ത കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ടോപ്പിക്കിലേക്ക് വരാം. അതായത് അനസ്തേഷ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊക്കെ എനിക്ക് ഭയങ്കര കോംപ്ലിക്കേഷൻസ് ആയിരുന്നു പ്രഗ്നൻസിയിൽ ഒക്കെ, ഡെലിവറിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതുപോലെ തന്നെ ടെൻഷൻ അടിച്ച ഒരു കാര്യമാണ് നമ്മൾ അനസ്തേഷ്യ എന്നുള്ളത്. അനസ്തേഷ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവമാണെന്നാണ് ഞാൻ വിചാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അതുപോലെയാണ് നമ്മൾ കേട്ട് വരുന്നത് കേട്ടോ. അപ്പം നമ്മൾ എന്താ പറയുക, മറ്റുള്ളവർ പറയുന്നത് കേൾക്കരുത്, എല്ലാം അടച്ച് വിശ്വസിക്കരുത് എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ചില സ്റ്റേജസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് അനുഭവം വരുമ്പോൾ മാത്രമേ നമ്മളതൊക്കെ മനസ്സിലാക്കാറുള്ളൂ. അപ്പോൾ അതിനുശേഷം ഞാനങ്ങനെ എല്ലാവരും പറയുന്നത് കേട്ട് ഒരു ഇതിലേക്ക് എത്താറില്ല, എൻ്റെ മൈൻഡിനെ കൊണ്ടുപോകാറില്ല. എന്തെങ്കിലും ഡോക്ടേഴ്സോ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്കൊരു ധാരണ വേണം കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ എനിക്കുണ്ടായത് എന്താണെന്ന് വെച്ചാൽ, പണ്ട് മുതലേ ഞാൻ കേട്ടു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരാണ് പറഞ്ഞതെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, അനസ്തേഷ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരം
ഇത്ര വലിപ്പമുള്ള സൂചിയായിരിക്കും അതിന്. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഇനി എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് എനിക്കറിയത്തില്ല. ഭയങ്കര വലിപ്പമുള്ള സൂചിയായിരിക്കും. വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെക്കുന്ന സമയത്ത് ഭയങ്കര പെയിൻഫുള്ളായിരിക്കും. പിന്നെ അതിലേറെയാണ് ടെൻഷനാക്കിയ കാര്യം എന്താണെന്ന് അറിയോ, അതായത് നമ്മൾ ഈ നിറവയറും വെച്ചിട്ടാണല്ലോ നമ്മൾ പ്രഗ്നൻസിയിൽ ഉണ്ടാവുക. ലാസ്റ്റ് സിസേറിയൻ ചെയ്യുന്ന സമയത്തൊക്കെ നിറവയറായിരിക്കും. നമുക്കൊന്ന് ജസ്റ്റ് എന്താ പറയുക, ചെരിഞ്ഞ് കിടക്കാനോ അങ്ങനെ ഒന്നും പറ്റാത്ത അവസ്ഥയായിരിക്കും. എൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാനത് ഓർത്തു നോർമലായിട്ടുള്ള ഒരാൾക്ക് തന്നെ ഭയങ്കര ഇതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോർമലായിട്ട് നിൽക്കുന്ന മനുഷ്യർ നമ്മൾ ചെരിഞ്ഞ് കിടന്നതിന് ശേഷം, ഗർഭിണികളായിരിക്കുന്നവർ ചെരിഞ്ഞ് കിടന്നതിന് ശേഷം നമ്മുടെ തലയുണ്ടല്ലോ ഈ മുട്ടിക്കുന്നത് നമ്മളിങ്ങനെ ബോൾ പോലെ ആക്കുന്നൊക്കെയാണ് അവർ പറഞ്ഞു. എന്റെ റോസി ഇത്രയും ഭാരപ്പെട്ട പണിക്ക് ചെയ്ത് എന്റെ നടു തളർന്നു പോകും അവർ പറഞ്ഞു തന്നിട്ടുണ്ടായത് കേട്ടോ. അപ്പം അതൊക്കെ ഓർത്ത് ഞാൻ ഭയങ്കര ടെൻഷനോട് കൂടിയാണ് ലേബർ റൂമിലേക്ക് കയറിയത്. ആ ഒരു സംഭവം എൻ്റെ മൈൻഡിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക, എൻ്റെ പ്രഷർ കൂട്ടുമോയെന്നൊക്കെ എനിക്ക് പേടിയുണ്ടായിരുന്നു. കാരണം അതൊന്ന് സംഭവിക്കുന്നതിന് മുന്നേ, അതൊന്ന് ഇഞ്ചക്ട് ചെയ്യുന്നതിന് മുന്നേ വരെ എനിക്ക് എൻ്റെ ഹൃദയമിടിപ്പൊക്കെ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം വേറൊന്നല്ല, ഇവരൊക്കെ പറഞ്ഞു തന്ന അറിവ് ഇതാണ്. അതായത് വലിയ ഇഞ്ചക്ഷനാണ്. അതുപോലെ തന്നെ അത് വെക്കുന്ന സമയത്ത് ഭയങ്കര പെയിനായിരിക്കും. പിന്നെ ഈ തല ഉണ്ടല്ലോ നമ്മുടെ മുട്ടിച്ച് നമ്മൾ റൗണ്ട് ഷേപ്പിലാക്കി എടുക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്? ചിലപ്പോൾ അവർക്ക് അവരുടെ കാലത്ത് ഓരോരോ കാലം വരുമ്പോൾ നമ്മുടെ ടെക്നോളജി കാര്യങ്ങളൊക്കെ വളർന്ന് വരികയാണല്ലോ. അപ്പോൾ അവരുടെ കാലത്ത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കും നമുക്ക് അവർ പറഞ്ഞു തരുന്നത്. പക്ഷെ നമ്മുടെ ഇന്നത്തെ കാലത്തുള്ളവർ ഭയപ്പെടരുത്. കാരണം ഇതൊക്കെ കേൾക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഭയപ്പെടും. അപ്പോൾ അതായത് അനസ്തേഷ്യ എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ സൂചി ഒന്നല്ല, സാധാ നമ്മളെ ഒരു കുറച്ച് നീളമുള്ള ഒരു ഇഞ്ചക്ഷൻ മാത്രമാണ്. ചെറിയ നീഡിലൊക്കെയാണ് അതിന് സാധാ എടുക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് എനിക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, എന്നോട് സാവധാനം ഒന്ന് ചെരിഞ്ഞ് കിടക്കാൻ വേണ്ടി പറഞ്ഞു. കെയർഫുള്ളായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. കാരണം പ്ലാസിൻ്റെ പ്രീവ്യൂ ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര കെയർഫുള്ളായിട്ട് ഇരിക്കണം. അപ്പോൾ എന്നെ ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇടതുവശം ചെരിഞ്ഞ് അവരെന്നെ കിടത്തി. പിന്നെ എന്നോട് പറഞ്ഞു, നിനക്ക് പരമാവധി നിനക്ക് പറ്റുന്നത്ര നീ ഒന്ന് തല ഇത് മുട്ടിക്കാനൊന്നും അവർ പറഞ്ഞില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചുരുണ്ട് ഇങ്ങനെ വെക്കുകയെന്ന് പറഞ്ഞു. അതായത് ഇങ്ങനെ ഉണ്ടാകുന്ന നമ്മൾ ജസ്റ്റ് ഒന്ന് നമുക്ക് എത്രത്തോളം പറ്റുമെന്നുള്ളത് ഒന്ന് നമ്മളെ തല ഇതിനേക്ക് മുട്ടണം എന്നൊന്നും അവർ പറഞ്ഞിട്ടുണ്ടായില്ല. പരമാവധി നിനക്ക് പറ്റുന്നത്രോളം മാത്രം ഒന്ന് ഇത് ചുരുങ്ങി നിന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ഉണ്ടാകുന്ന നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അങ്ങനെ ആയതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവർ 2-3 ആൾക്കാർ നമ്മളെ നടുവിന് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാകും. നട്ടലിനാണല്ലോ സൂചി വെക്കുന്നത്, ഇഞ്ചക്ട് ചെയ്യുന്നത് നട്ടലിനാണ്. അപ്പോൾ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത്, ഞാൻ ശരിക്കും പുറമേ എനിക്ക് കാണുന്നില്ല, എനിക്ക് ഒരു 2-3 വട്ടങ്ങാനം അവർ 2-3 വട്ടങ്ങാനം ഓരോരോ സ്ഥലത്ത്, അതായത് ഇത് നമ്മുടെ നട്ടലാണെങ്കിൽ ഇവിടെ കുത്തി, ഒന്ന് ഇവിടെ കുത്തി അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. അപ്പോൾ കുത്തുമ്പോൾ ചെറുതായിട്ട് നമ്മൾ ആ എല്ലിന് സൂചി നീഡിൽ കൊള്ളുന്ന ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാകും. പിന്നെ ചെറിയൊരു പെയിനും, പിന്നെ എന്തായാലും സൂചിയാണല്ലോ, ചെറിയൊരു പെയിൻ നമുക്ക് ഉണ്ടാവുമല്ലോ. നമ്മുടെ സ്കിന്നിലേക്ക് പോയിട്ടാണല്ലോ നമ്മളെ എന്താ പറയുക ബോണിലേക്ക് അത് ആവുന്നത്. അപ്പോൾ സ്കിന്നിൽ ആ ഒരു ചെറിയ നേരത്തെ സ്കിന്നായിരിക്കുമല്ലോ അവിടെ കൊള്ളുന്നൊരു ചെറിയ പെയിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വലിയ കാര്യമായിട്ട് എനിക്ക് അങ്ങനെ പെയിനേ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഈ എല്ലിന് കുത്തുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവത്തില്ലേ, ആ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വേറെ കാര്യമായിട്ട് എനിക്ക് പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു അനസ്തേഷ്യ എക്സ്പീരിയൻസ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഓൺ ദി സ്പോട്ടിൽ തന്നെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ ദൈവമേ ഇത് പറഞ്ഞു കേൾക്കുന്നത് എന്താണോ, നമുക്ക് സംഭവിക്കുന്നത് എന്താണോ എന്നുള്ളത്. അപ്പോഴാണ് ഞാൻ കറക്റ്റ് ഒന്ന് ഓർത്ത് നോക്കിയത് കേട്ടോ. കാരണം ഭയങ്കര ഭയന്ന് വരച്ചിട്ട് നമ്മൾ തിയേറ്ററിനുള്ളിൽ കയറിയ ഒരാൾ ഇത്രയും കൂളായിട്ട് ഇത്രയേ ഉള്ളൂ സംഭവം എന്നുള്ളത് നമ്മൾ മനസ്സിന് ഇങ്ങനെ തോന്നിപ്പോയി കേട്ടോ. പിന്നെ അനസ്തേഷ്യ കുറിച്ച് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും പറയാം. അനസ്തേഷ്യ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മുടെ നെഞ്ചിന് താഴ്ഭാഗത്തേക്കായിട്ട് നമുക്ക് പെയിൻലെസ് ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് തന്നെ ഇഞ്ചെക്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ നമുക്ക് എന്താ പറയുക ഇവിടുന്ന് അങ്ങോട്ടേക്ക് ശരീരഭാഗങ്ങൾ ഉണ്ട് എന്നുള്ളൊരു ഫീൽ ഉണ്ടാവത്തില്ല. നമുക്ക് നമ്മുടെ വയറ് മുറിക്കുന്നതും അത് ഓരോരോ ലെയർ നമ്മൾ കട്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. കുട്ടീനെ എടുക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്താ പറയുക അറിയാൻ വേണ്ടി പറ്റും. പക്ഷേ പെയിൻലെസ് അറിയാമെന്ന് വെച്ചാൽ അങ്ങനെ ഡീപ്പായിട്ട് അറിയാൻ വേണ്ടി പറ്റത്തില്ല, എന്നാലും നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ പറഞ്ഞത്. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണണം എന്നുള്ളവർ
തീർച്ചയായും അത് പോയി കാണാം കേട്ടോ. പിന്നെ കുറച്ച് ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ട്, എപ്പോഴാണ് പെയിൻ വരുന്നത് എന്നുള്ളത്. അതായത് അനസ്തേഷ്യേൻ്റെ ഡോസ് തീരുമ്പോഴാണല്ലോ നമുക്ക് നമ്മുടെ ശരീരത്തിൽ പെയിൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് പറയുകയാണെങ്കിൽ കറക്റ്റ് അതെനിക്ക് ഓർമ്മയില്ല കേട്ടോ. സിസേറി കഴിഞ്ഞ് പിന്നെ ഒരു എത്രയോ മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആണ് എനിക്ക് ചെറുതായിട്ട് വേദന വന്നു തുടങ്ങിയത്. ആദ്യമൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചത് ഇത്രയേ ഉണ്ടാവും, അപ്പം ഇത്രയേ വേദനയുള്ളൂ. ചെറിയ ചെറിയ വേദന നമുക്കിങ്ങനെ വരുന്നത് നമുക്ക് കറക്റ്റ് ഫീൽ ചെയ്യാം കേട്ടോ. ആ ഒരു ഡോസ് നമുക്ക് കഴിയുമ്പം നമുക്ക് ആ വേദന വരുന്നത് കറക്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. കുറച്ചായിട്ടാണ് നമുക്ക് വരിക. ഒറ്റയടിക്ക് തന്നെ ഫുള്ളായിട്ട് പെയിൻ നമ്മുടെ ബോഡിയിലേക്ക് വരത്തില്ല. ചെറിയ ഇതായിട്ട് മാത്രമേ നമുക്കത് അറിയാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ എത്ര മണിക്കൂർ എടുത്തു എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ച് ചെറിയ വേദനയാകുമ്പോൾ ഇത്ര മാത്രമേ ഉണ്ടാവും, അപ്പോൾ ഇതാണോ ഡെലിവറി പെയിൻ എന്നൊക്കെ പറയുന്നത് എന്നൊക്കെ ഓർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ സമയം അങ്ങ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഭഗവാനെ, പെയിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പെയിൻ. അത് എങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. ചിലപ്പോൾ ഇത് കഴിഞ്ഞ് വന്നവർക്കൊക്കെ അത് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഭയങ്കര പെയിനായിരുന്നു. പെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എവിടത്തെ ഇപ്പം തലയിൽ ആ പെയിൻ ഫുള്ളായിട്ട് അതിൻ്റെ എക്സ്ട്രീം എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എവിടെ ടച്ച് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും. അപ്പോൾ സിസേറിയൻ കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മൾ ICUലാണ് കിടക്കുക. നമ്മുടെ കുഞ്ഞിനെ പാൽ കൊടുക്കാൻ വേണ്ടി മാത്രമേ നമ്മുടെ അരികിലേക്ക് കൊണ്ടുവരത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ ഇവനെ പാൽ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഭയങ്കര വിറയലായിരുന്നു. അതവർ അടുത്ത് ഞാൻ ചോദിച്ചപ്പം നമുക്ക് സംസാരിക്കാൻ അങ്ങനെ പറ്റത്തുണ്ടായിരുന്നില്ല. കറക്റ്റ് ഇത്രയും പെയിൻഫുള്ളായിരിക്കും. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ ആദ്യത്തെ സമയം പാൽ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പം ഭയങ്കര വിറയലായിരുന്നു. അത് അവരെന്തോ എടുക്കുന്ന ഇഞ്ചക്ഷൻ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ അടുത്ത് പറഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം ഒരു 2-3 ബ്ലാങ്കറ്റ്, ആ കട്ടിയുള്ള ബ്ലാങ്കറ്റ് ഉണ്ടല്ലോ, അത് പതിച്ചിട്ടും കൂടെ എനിക്ക് വിറയൽ നിൽക്കുന്നില്ല. ഭയങ്കര ശീതം. ഓൾറെഡി നമുക്ക് ICUയിൽ ഇതാണല്ലോ ഉണ്ടാവും, AC ആണല്ലോ ഉണ്ടാവുക. അപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു, ഭയങ്കര വിറയൽ. നമ്മളെ ലിപ്പൊക്കെ ഇങ്ങനെ കൂട്ടിയടിക്കുന്ന കൈയൊക്കെ. നമ്മൾ അമ്മ കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോൾ സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോഴേ പാൽ കൊടുക്കാൻ വേണ്ടി പറ്റുവാണെങ്കിൽ കൊടുക്കുമെന്ന് പറഞ്ഞ്, ഇല്ലെങ്കിൽ വിറയൽ മാറിക്കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മവനെ കൊണ്ടുവന്ന് എനിക്ക് അവനെ പിടിക്കാൻ പോലും ആവുന്നില്ല. എനിക്ക് ഭയങ്കര വിറയലായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഈ വേദനയും. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഇപ്പം നിങ്ങൾ കൊണ്ടുപോയിക്കോ, പിന്നെ കൊണ്ടുവന്നാൽ മതി. അത് അങ്ങനെ തന്നെയാണ്, അത് കുറച്ച് സമയത്തേക്ക് എന്തായാലും ഉണ്ടാവും. അപ്പോൾ എത്രയോ മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ വിറയൽ അവിടെ നിന്നിട്ടോ. പിന്നെ ഭയങ്കര പെയിൻഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. അത്രയും നമ്മൾ ഇപ്പം പറയുന്നുണ്ടല്ലോ, ചില ആൾക്കാരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് ഈ നോർമൽ ഡെലിവറി നടക്കുന്നവർക്ക് പെയിൻഫുള്ളായിട്ടുള്ളൊരു ഡെലിവറി ഉണ്ടാകുന്നു. അതല്ല കേട്ടോ, നമ്മൾ അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. അത് ആ സ്പോട്ടിൽ, കുഞ്ഞ് പുറത്ത് വരുന്ന ആ സ്പോട്ടിലാണ് അവർക്ക് വേദനയെങ്കിൽ, നമുക്ക് ഈ സിസേറിയൻ കഴിഞ്ഞവർക്ക് എന്താ പറയുക, ഇതിൻ്റെ ഡോസ് തീരുമ്പോഴാണ് അതുപോലെ തന്നെയാണ് കേട്ടോ വേദന. അത് വേദനക്കൊന്നും ഒരു ഡിഫറൻസും ഇല്ല. കാരണം നമ്മൾ അനുഭവിച്ചതാണല്ലോ, നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. എങ്ങനെയാണോ നോർമൽ ഡെലിവറിക്കുള്ള പെയിന്, അതേ പെയിന് തന്നെയാണ് നമുക്ക് ഈ അനസ്തേഷ്യേൻ്റെ ഡോസ് തീരുമ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് വരുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനതിനെക്കുറിച്ച് പറയുമ്പോൾ കുറച്ച് ഇതാവുന്നുണ്ട്. കാരണം അത്രയും പെയിൻഫുൾ, അത് ഓർക്കാൻ പോലും പറ്റത്തില്ല. സ്റ്റിച്ചിൻ്റെ ഇവിടെ ആയാലും ഒരുതരം എന്ത് പെയിനാണെന്ന് എനിക്ക് അങ്ങനെ പറയാനൊന്നും ആവത്തില്ല അത്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമ്മുടെ കാര്യങ്ങളെല്ലാം A to Z നോക്കുന്നതും ചെക്ക് ചെയ്യുന്നതൊക്കെ നമ്മുടെ സിസ്റ്റർമാരാണ്. അപ്പോൾ അവരെയൊക്കെ എന്താ പറയുക, നമ്മൾ ശരിക്കും മാലാഖമാരാണെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന നിമിഷങ്ങളാട്ടോ. കാരണം നമ്മൾ പാഡ് മാറ്റുന്നു, അങ്ങനെ നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് വെള്ളം തരത്തില്ല കേട്ടോ. ഫസ്റ്റ് എത്രയോ മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ വയറിൻ്റെ ഇതൊക്കെ എന്തോ അവർ ചെക്ക് ചെയ്യും. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എന്തോ അവർക്ക് സെറ്റായി കഴിഞ്ഞാലായിരിക്കും നമുക്ക് വെള്ളം തരുന്നത്. അപ്പോൾ എനിക്ക് കുറേ സമയത്തേക്ക് വെള്ളം സെറ്റ് ആവാത്തത് കൊണ്ട് തന്നെ ഇല്ല കുറച്ചും കൂടെ കഴിയട്ടെ എന്നിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര ദാഹമായിരുന്നു. ദാഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, നമ്മൾ കുറേ നേരമായിട്ട് നമ്മൾ ഫുഡൊന്നും കഴിക്കാതിരിക്കുന്നില്ല. ഫുഡല്ലെങ്കിലും വെള്ളത്തിൻ്റെ ഒരു ഭയങ്കര ദാഹമായിരുന്നു കേട്ടോ ഡെലിവറിയൊക്കെ. പിന്നെ ആ ഒരു ക്ഷീണവും വേദനയും ഒക്കെ കൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു അത് കടന്നു പോയവർക്കൊക്കെ ആ ഒരു ഇത് അറിയായിരിക്കും പറയാൻ വേണ്ടിയിട്ട്. അത് ഒരിക്കലും നമുക്ക് ആ ഒരു വേദന നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റത്തില്ല. അതാണ് അതിൻ്റെ ഒരു ഇത് കേട്ടോ. എന്നാൽ എന്താ പറയുക, നമ്മൾ അതൊക്കെ ആസ്വദിച്ചിരുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ
കുഞ്ഞിൻ്റെ മുഖം സത്യമായിട്ട് നമ്മുടെ കുഞ്ഞിൻ്റെ മുഖം നമുക്ക് കാണുമ്പോൾ ഉണ്ടല്ലോ ആ ഒരു വേദന നമ്മളങ്ങ് മറക്കുകയാണ്. അപ്പോൾ ആ മറവീൻ്റെ ഇതിൽ നമുക്ക് ആ വേദന ആ ഒരു സെക്കൻഡ് നമുക്ക് അനുഭവപ്പെടുത്തില്ല. നമ്മുടെ കുഞ്ഞ് നമ്മുടെ കയ്യിലുള്ളിടത്തോളം കാലം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പാല് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവരുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ സമയത്ത് എനിക്ക് സത്യമായിട്ട് അതൊക്കെ പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു സത്യമാണെന്ന് നമുക്ക് ഓരോ സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്ററിൻ്റെ ആ ഒരു വില നമ്മൾ മനസ്സിലാക്കുന്നു. സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ നമ്മളെല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ അമ്മയുണ്ടല്ലോ, നമ്മൾ പറയുമല്ലോ നമ്മളൊരു നമ്മുടെ അമ്മമാർ ചിലപ്പോൾ നമ്മുടെ ദേഷ്യം പിടിക്കുമ്പോൾ ഒക്കെ പറയാറുണ്ട്, നിങ്ങളൊരു അമ്മയാകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫീലിങ്സ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ ദേഷ്യമൊക്കെ പെട്ട് സംസാരിക്കുമ്പോൾ അവർ ആ ഒരു അത്തരം ടോക്ക് ചെയ്യാറുണ്ടല്ലോ. സത്യമായിട്ടോ, അതൊക്കെ ഭയങ്കര സത്യമാണ്. അതൊക്കെ അനുഭവിച്ചവർക്കൊക്കെ ഞാൻ പറയുമ്പം മനസ്സിലൂടെ പോകുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ അത്രയും പെയിൻഫുള്ളായിരിക്കും. ആ പെയിൻ എപ്പോഴാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴാണ് ആ പെയിൻ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് നമ്മൾ ഒരു ദിവസം നമ്മൾ ICUലായിരിക്കും. അപ്പോൾ പിറ്റേന്ന് നമ്മളെ രാവിലെ അവർ വാർഡിലേക്ക് നമ്മളെ ഉച്ചയോടുകൂടി വാർഡിലേക്ക് എന്നെ ഒരു 12 കൂടിയാണ് വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ നമുക്കിവർ ഫുഡ് തരും, ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ചായ തന്നോന്നറിയില്ല, വെള്ളമാണോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ. എന്താ ഞാൻ കുടിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പം അതൊക്കെ അവർ തന്നെ നമ്മളെ ബ്രഷ് ചെയ്യിപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുക കേട്ടോ. കാരണം നമുക്ക് എണീക്കാൻ വേണ്ടി പറ്റത്തില്ല, ഭയങ്കര പെയിൻഫുള്ളായിരിക്കും എന്തായാലും. അപ്പം എനിക്ക് ആ കറക്റ്റ് പെയിൻ എങ്ങനെയാണ് മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉച്ച എന്നെ വാർഡിലേക്ക് മാറ്റുന്ന സമയത്താണ് ആ ഭയങ്കരമായിട്ട് നമുക്ക് എന്താ പറയുക സഹിക്കാൻ പറ്റാത്ത ആ പെയിന് മാറിയത് പിറ്റേന്ന് ഉച്ചയൊക്കെ ആകുമ്പോഴേക്കാണ്. കാരണം ഇവർ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ടല്ലോ, ഈ പെയിൻ ഇതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടേയിരിക്കും. നമ്മുടെ ഇവിടെയൊക്കെ ട്രിപ്പ് ഇട്ടിട്ടുണ്ടാവുമല്ലോ, അതിലൂടെയാണ് ഇഞ്ചക്ഷൻ എടുക്കുന്നത്. പിന്നെ നമുക്ക് ബട്ടക്സിലൊക്കെ ഇഞ്ചക്ഷൻ എടുത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ വാർഡിലേക്ക് മാറ്റുമ്പോഴാണ് ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത്. അത്രയും ഇതായിരുന്നു കേട്ടോ, എനിക്ക് അത്രയും ഡിഫിക്കൽട്ടായിരുന്നു. എനിക്കല്ല, എല്ലാവർക്കും, എൻ്റെ കൂടെ ഉണ്ടായ എല്ലാവർക്കും അതായിരുന്നു. ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ട് ഫസ്റ്റ് നമ്മൾ എണീക്കുക എന്നുള്ളത് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് മക്കളെ. അതെന്താണെന്ന് വെച്ചാൽ ഒന്നാമത് പെയിൻ, പിന്നെ നമ്മുടെ ഇത്ര വലിയ സ്റ്റിച്ച്, നമുക്ക് ആ സ്റ്റിച്ചിൻ്റെ വലിപ്പം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വരും. കാരണം ഇത്രയും എന്താ പറയുക സൈസുള്ള കുട്ടിയെ നമുക്ക് പുറത്തിറങ്ങണമെങ്കിൽ അത്രയും സ്റ്റിച്ച് വേണമല്ലോ. സ്റ്റിച്ചിൻ്റെ വലിപ്പം എനിക്ക് നല്ല ഇതിൽ സ്റ്റിച്ച് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതിൽ നിന്ന് കുട്ടീനെ പുറത്തെടുത്തത്. അപ്പോൾ അത്രയും വലിയ സ്റ്റിച്ചിൻ്റെ വേദന, നമുക്ക് വയറിൻ്റെ ഉള്ളിൽ നിന്ന് വേദന, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ സ്റ്റിച്ച് കാരണം തന്നെ നമുക്ക് എന്താ പറയുക നമ്മുടെ കാലൊന്ന് ജസ്റ്റ് ഒന്ന് അനക്കാൻ വരെ പറ്റാത്ത അവസ്ഥയായിരിക്കും. അപ്പം ആദ്യത്തെ ആ ഒരു പരിപാടി എണീക്കുക എന്നുള്ളത് ഭയങ്കര ടാസ്ക് ആയിരുന്നു. പിന്നെ നമ്മുടെ സിസ്റ്റർമാരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് പറയും നിങ്ങൾ തനിയെ എണീക്കണം, നമ്മളെ ഹെൽപ്പ് ചെയ്യത്തില്ല എന്ന്. അപ്പോൾ എനിക്ക് അവിടെ കൂട്ടായിട്ട് കുറേ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പഠിക്കുന്ന കുട്ടികൾ സ്റ്റുഡൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോടൊക്കെ എന്നെ ഒന്ന് പിടിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ചേച്ചി ഇങ്ങനെ പിടിക്കാം. അവരെൻ്റെ അടുത്ത് നല്ല കമ്പനി ആയിരുന്നു കേട്ടോ. രാത്രിയിലൊക്കെ വന്നിട്ട് അവർക്ക് വർത്താനൊക്കെ പറയുമ്പോൾ നല്ലൊരു ആശ്വാസമാണ്. നമുക്ക് ഈ വേദനേൻ്റെ ഇടയ്ക്ക് അവരൊക്കെ വന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ്. അപ്പോൾ അവരോട് ഞാൻ പറയുന്നത് എൻ്റെ കയ്യിലൊന്ന് പിടിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഇങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, നിങ്ങളെ ബുദ്ധിമുട്ട് കാണുമ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ട്, പക്ഷേങ്കിൽ ഇങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾക്ക് എണീക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ പതിയെ പതിയെ എണീച്ച് അങ്ങനെ നിങ്ങൾ തന്നെ ഒറ്റയ്ക്ക് എണീക്കണം എന്ന്. എത്ര സമയം എടുത്തു ഞാൻ എണീക്കാന്ന്, ആ ബെഡിൻ്റെ മേലെ നിന്ന് എണീക്കുക. അവർ അഡ്ജസ്റ്റ് ചെയ്യുന്ന ബെഡാണല്ലോ ഉണ്ടാവുക. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതൊന്നും എനിക്ക് എങ്ങനെയും ഹൈറ്റ് താഴ്ത്തി തന്നിട്ടൊന്നും എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല. എനിക്ക് മാത്രമല്ല, ഞാൻ വെച്ചത് എനിക്ക് മാത്രമാണോ എന്ന് വെച്ച് ഞാൻ ചുറ്റിലും നോക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ അതല്ല, എല്ലാവർക്കും അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എണീക്കാൻ. സിസേറിയൻ കഴിഞ്ഞവർക്കൊക്കെ എല്ലാവർക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും. ഫസ്റ്റ് ടൈം നമ്മൾ എണീക്കുക എന്ന് വെച്ചാൽ അത് ഭയങ്കര ടാസ്ക്കാണ്. ഭയങ്കര, അത് ഓർക്കാൻ പോലും പറ്റത്തില്ല കേട്ടോ. അങ്ങനത്തെ ഒരു അനുഭവമാണത്. അപ്പം ഞാൻ എത്ര സമയം എടുത്തു എണീക്കുക എന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല. കാരണം അത്രയും ഒരുപാട് സമയം എടുത്തിട്ടുണ്ട് എണീക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും നമ്മൾ കരഞ്ഞു പോകുക എന്നൊക്കെ പറയില്ല, അത്തരം നിമിഷങ്ങളായിരുന്നു കടന്നു പോയത്. എൻ്റെ തലയിലൂടെയൊക്കെ കിളി പറക്കുന്ന പോലെയൊക്കെയുള്ള ഫീലിംഗ് ആയിരുന്നു. ഇത് എണീക്കുമ്പോഴങ്ങനെ നമ്മൾ സ്ലിപ്പങ്ങാനായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം സ്റ്റിച്ച് പൊട്ടാനോ അങ്ങനെയൊക്കെയുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഭയങ്കര കെയർഫുള്ളായിട്ട് ഇരിക്കണം. നമുക്ക് എണീച്ച് നമ്മൾ വീൽ ചെയറിലാണ് ഇരുത്തേണ്ടത്. അതിലൂടെയാണ് നമ്മൾ വാർഡിലേക്ക് മാറ്റാൻ വേണ്ടി കൊണ്ടുപോകുന്നത്.
അപ്പം ഭയങ്കരമായിട്ട് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് എന്തൊക്കെയോ പിടിച്ചൊക്കെ എണീച്ച് നമ്മുടെ വാർഡിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ. പിന്നെ വാർഡിലേക്ക് മാറ്റിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഇഞ്ചക്ഷൻ നമ്മൾ 5 ദിവസം ആണ് അവിടെ കിടന്നത്. സിസേറിയൻ കഴിഞ്ഞവർക്ക് 5 ദിവസമാണ് കിടക്കേണ്ടത്. കാരണം ഇഞ്ചക്ഷൻ ഉണ്ടാകും. പിന്നെ നമ്മുടെ കുട്ടിക്ക് എന്തെങ്കിലും മഞ്ഞയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നീണ്ടു നിൽക്കേണ്ടതുള്ളൂ. ഞാൻ 5 ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഡിസ്ചാർജ് ആവാൻ വേണ്ടി പറ്റിയിരുന്നു കേട്ടോ. കുറേ പേർക്ക് ചിലപ്പോൾ കുട്ടികൾക്ക് മഞ്ഞ അങ്ങനത്തെ ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കാലം നീണ്ടു നിൽക്കുമല്ലോ. അപ്പോൾ 5 ദിവസം വരെ ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എടുക്കാൻ വേണ്ടിയിട്ട് 5 ദിവസം തന്നെയായിരുന്നു കറക്റ്റായിട്ട് ഉണ്ടായിരുന്നത്. അതവർ രാവിലെയും ഉച്ചക്കും വൈകുന്നേരം ആയിരുന്നു തോന്നുന്നു എടുത്തത്. ഇങ്ങനെ 3 ടൈമിൽ ആണെന്ന് തോന്നുന്നു നമുക്ക് വേദനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചക്ഷൻ എടുത്തത്. അപ്പോൾ പിന്നെയും നമുക്ക് എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. കാരണം ആ വേദന ഭയങ്കരമായിട്ടുള്ള നമുക്ക് ശരീരം മൊത്തമുള്ള വേദന അങ്ങ് മാറിക്കിട്ടും. ആ ഒരു വാർഡിലേക്ക് മാറ്റുന്ന സമയത്ത് അതെനിക്ക് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിന്നുള്ള ബെഡിൽ നിന്ന് എണീക്കൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ഭയങ്കര വേദനയായിരിക്കും. അപ്പോൾ എനിക്കാണെങ്കിൽ കിടക്കാൻ വേണ്ടി തീരെ പറ്റുന്നുണ്ടല്ലോ. കിടന്നു കഴിഞ്ഞാൽ എണീക്കണം എന്നുള്ള ടെൻഷൻ കാരണം എനിക്ക് ഭയങ്കര മടിയായിരുന്നു കിടക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഫുൾ ടൈം ഞാൻ പറ്റുന്ന പോലെയൊക്കെ ഞാൻ ഇരുന്നിട്ടുണ്ടായി. ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വേദന ഉണ്ടെങ്കിലും അത് നമുക്ക് സഹിക്കാം. എന്നാലും കിടന്നിട്ട് അത് എണീക്കുമ്പം ഭയങ്കര അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ പരമാവധി ഇരിക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് സിസ്റ്ററൊക്കെ വന്ന് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഇരിക്കാതെ കുറച്ച് നടക്കാൻ വേണ്ടി ശ്രമിക്കണം. നടക്കുക എന്നൊക്കെ പറഞ്ഞില്ല, ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ വീൽ ചെയർ ICU മാറ്റുമ്പോൾ വീൽ ചെയറിലാണ് നമ്മൾ വന്നതെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഇനി നടക്കേണ്ടതൊക്കെ ടോയ്ലറ്റിലൊക്കെ പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നടന്നിട്ടാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ട് ഒന്ന് നടക്കുക എന്നൊക്കെ പറഞ്ഞു. ഫസ്റ്റത്തെ നടത്തമൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഒരിക്കലും മറക്കാൻ വേണ്ടി പറ്റത്തില്ല. കാരണം നമ്മൾ എന്താ പറയുക മറ്റേ കുട്ടികൾ പിച്ച വെച്ച് നടക്കുന്നതിനെങ്ങാണിയും ഇതായിട്ടാണ് നമ്മൾ നടക്കുക. കാരണം നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മളെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നിലത്ത് വീഴും. അങ്ങനത്തെ അവസ്ഥയാണ്. കാരണം നമുക്ക് സ്പീഡിൽ നടക്കാനോ ആക്കാനോ ഒന്നും പറ്റത്തില്ല. പതിയെ എന്താ പറയുക പമ്മി നമ്മൾ നടക്കണം. നമ്മൾ തന്നെ തനിയെ ചെയ്യുകയും വേണം കേട്ടോ. എന്നെ നമ്മൾ ആരെങ്കിലും പിടിക്കുമ്പോൾ ഒക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്താ പറയുക അമ്മയുടെ കൈ പിടിക്കാമെന്നൊക്കെ പറഞ്ഞെങ്കിൽ എനിക്ക് അമ്മ പിടിക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര എന്തോ ഒരു ഫീലിംഗ്, അതൊന്നും ഒരിക്കലും പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഭയങ്കര വേദനയും അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ഇത്രയും വലിയ സ്റ്റിച്ച് ഉണ്ടല്ലോ. അപ്പം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എനിക്ക് എന്താ പറയുക ഓയിൽമെൻറ്റോ കാര്യങ്ങളോ മരുന്നോ ഒന്നും തന്നെ സ്റ്റിച്ചിന് വെക്കാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് അവരൊരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടാണ് ഉണ്ടാവുക. അത് പിറ്റേന്ന് വാർഡിലേക്ക് മാറ്റിയപ്പോൾ ആണ് അത് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ സ്റ്റിക്കർ. അപ്പം ഇവർ ഫസ്റ്റ് തന്നെ നമ്മളോട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വാർഡിലേക്ക് മാറ്റി ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത്, ഓയിൽമെൻറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ തന്നില്ല. കുളിക്കുക എന്താ പറയുക ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ടുണ്ടായിരുന്നു. ലൈറ്റ് ചൂടുവെള്ളത്തിൽ പിന്നെ പച്ചവെള്ളത്തിലാണോ കഴുകാൻ വേണ്ടി പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഞാൻ ചൂടുവെള്ളമാണ് എടുത്തിട്ടുണ്ടായത്. ലൈറ്റ് ചൂടുവെള്ളം അവിടെ കിട്ടും. അപ്പോൾ ലൈറ്റ് ചൂടുവെള്ളത്തിലാണ് കഴുകിയത്. അതെന്ന് വെച്ചാൽ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു സോപ്പ് വെച്ചിട്ടാണ് കഴുകേണ്ടതെന്നുള്ളത്. സോപ്പിൻ്റെ പത വെച്ചിട്ട് നല്ലപോലെ എന്താ പറയുക ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഇറക്കാതെ ഒരു വശത്തുനിന്ന് ഒരു വശത്തേക്ക് മാത്രം വരച്ചിട്ട് നമ്മുടെ സ്റ്റിച്ച് രാവിലെയും വൈകുന്നേരവും ഒക്കെ ക്ലീൻ ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വാർഡിലേക്ക് മാറ്റിയിട്ട് നമ്മൾ സിസേറിയൻ കഴിഞ്ഞവരാണല്ലോ ഉണ്ടാവുക വാർഡിലല്ലോ. അപ്പം അവരോട് നമ്മളിങ്ങനെ സംസാരിക്കുകയല്ലോ, നമ്മുടെ അടുത്ത് ഇങ്ങനെയാണ് പറഞ്ഞത് സ്റ്റിച്ചിനെ സോപ്പ് ചെയ്തിട്ട് കളയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ ഈ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു ചേച്ചിയുടെ അമ്മ എൻ്റെ അടുത്ത് എന്താ പറഞ്ഞതെന്നറിയോ, അവരങ്ങനെയൊക്കെ പലതും പറയും. അപ്പോൾ നമ്മൾ സോപ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഴുപ്പ് വരികയ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ടോയ്ലറ്റിലേക്ക് സോപ്പ് എടുത്ത് പോയ ഞാൻ വിചാരിച്ചു ദൈവം ഇനി അങ്ങനെ സംഭവിക്കുമെന്ന് വെച്ചിട്ട്. അപ്പോൾ എൻ്റെ ഡോക്ടർ പറഞ്ഞതല്ല ഞാൻ എടുത്തത്, അങ്ങനെ സംഭവിക്കുമോ എന്ന് വെച്ച് ഞാൻ എടുത്ത സോപ്പ് തിരിച്ച് അമ്മയുടെ കയ്യിൽ തന്നെ കൊടുത്തിട്ട് അമ്മ ഇന്നൊരു വട്ടം എന്നാൽ തേക്കാതിരിക്കാൻ നോക്കാം, നമുക്ക് നാളെ ഡോക്ടർ വന്നിട്ട് എന്ത് പറയുന്നത്. എനിക്ക് പേടി കാരണമാണ്, കാരണം അവിടെ തൊടാൻ തന്നെ ഭയങ്കര പേടിയായിട്ടിരിക്കുന്ന സമയമായിരുന്നു. ഞാൻ ജസ്റ്റ് വെള്ളം വെച്ചിട്ട് അന്ന് കഴുകിയത് മാത്രമേ ഉള്ളൂ. കഴുകുക എന്നൊക്കെ പറഞ്ഞത് സംഭവം തന്നെയായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ കഴുകാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പം ചെറുതായിട്ടൊന്ന് വെള്ളമൊക്കെ നനച്ച് കൊടുത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേന്ന് ഡോക്ടർ റൗണ്ട്സിന് വരുന്ന സമയം ഉണ്ടല്ലോ, സ്റ്റിച്ച് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമല്ലോ അമ്മയും കുഞ്ഞിനും നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഡോക്ടറെ എൻ്റെ സ്റ്റിച്ച് നോക്കിയിട്ട് ഫസ്റ്റ് തവണ
ആ വാർഡിൽ അന്ന് ഒരുപാട് ആൾക്കാർ സോപ്പ് യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് സോപ്പ് യൂസ് ചെയ്തിട്ടില്ല എന്നല്ലേന്ന്. അപ്പോൾ അതുപോലെ തന്നെ എന്നെ കണ്ടപ്പോൾ എൻ്റെ അടുത്തും ചോദിച്ചു, മോളെ സോപ്പ് യൂസ് ചെയ്തിട്ടില്ലേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടറെ ഇല്ല, ഇങ്ങനെ ഒരാൾ പറഞ്ഞത് കേട്ടിട്ടാണ് ഞാൻ യൂസ് ചെയ്യാതെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് ഞാനാണോ ഡോക്ടർ അതല്ലെങ്കിൽ അവരാണോ ഡോക്ടർ? സത്യമായിരുന്നു, എൻ്റെ പൊട്ട ബുദ്ധിക്ക് ഞാൻ അങ്ങനെ ഒരുക്കി ചിന്തിക്കാൻ വേണ്ടി പാടില്ലായിരുന്നു. നമ്മളെ ഡോക്ടർ പറയുന്നത് മാത്രമേ കേൾക്കാൻ വേണ്ടി പാടുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് എന്തോ പെട്ടെന്ന് അങ്ങനെ തോന്നിയതാണ്. ഞാൻ സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്യുന്ന വിചാരിച്ചിട്ടില്ല. പിറ്റേന്ന് തൊട്ട് തന്നെ യൂസ് ചെയ്യണം എന്നൊക്കെ. ഫസ്റ്റ് ടൈം ആ ഒരു സ്റ്റിച്ചിൽ തൊടേണ്ട കാര്യമൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് അന്ന് ചെയ്യേണ്ടെന്നുള്ള ഒരു ഇത് മാത്രമായിരുന്നു കേട്ടോ. അപ്പോൾ ഡോക്ടർ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പിറ്റേന്ന് മുതൽ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, മറ്റുള്ളവരും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റിച്ചിന് ചെറിയ പഴുപ്പ് കളർ ചേഞ്ച് വരുന്നുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോയിട്ട് സ്റ്റിച്ച് സോപ്പിട്ട് കഴുകണം, എന്നും സോപ്പിട്ട് കഴുകണം. പിന്നെ നല്ല രീതിക്ക് ഭയങ്കര അടച്ച് ഇതാക്കി വെക്കാതെ ക്ലോസ് ചെറിയ ലൈറ്റായിട്ടുള്ള തുണികളൊക്കെ നമ്മൾ യൂസ് ചെയ്യുക. അതങ്ങനെ തന്നെയാണ്, വൈറ്റാണ് അവിടെ അന്നേരം യൂസ് ചെയ്യാൻ വേണ്ടി വിടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ കൃത്യമായിട്ട് സോപ്പ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് കഴുകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഡോക്ടർ നമ്മുടെ പരിഹാരത്തു നിന്നൊക്കെ ആ സമയത്ത് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓയിൽമെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ തന്നിട്ടില്ല. ഈ ഇഞ്ചക്ഷൻ ട്രിപ്പിലൂടെ കയറുന്ന ഇഞ്ചക്ഷൻ മാത്രമാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ഓയിൽമെൻറ്റോ കാര്യങ്ങളോ ഒന്നും സ്റ്റിച്ചിന് വേണ്ടിയിട്ട് ഒരു ഇതും തന്നിട്ടില്ല. ചിലരൊക്കെ ഓയിൽമെൻറ്റൊക്കെ കൊടുത്തു എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, നമുക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ അന്ന് തൊട്ട് വീട്ടിൽ വന്നാലും കൂടെ ഞാൻ സ്റ്റിച്ചിനെ കെയർ ചെയ്യുന്നത് ഇങ്ങനെയായിരുന്നു. സോപ്പ് യൂസ് ചെയ്തിട്ട്, സോപ്പ് യൂസ് ചെയ്താലും കൃത്യമായിട്ട് നല്ല നീറ്റായിട്ട് അവിടെ കഴുകിക്കളയണം. സോപ്പിൻ്റെ ഇതൊന്നും അവിടെ ഉണ്ടാവാൻ വേണ്ടി പാടില്ല, അപ്പോൾ ഇൻഫെക്ഷൻ. പിന്നെയും കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഈ സ്റ്റിച്ചിൻ്റെ ഒക്കെ പെയിൻ എപ്പോഴാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വിട്ട് മാറുക എന്നുള്ളത്. അതും കുറേ നാളെനിക്ക് നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്കിതൊക്കെ പെട്ടെന്ന് ശരിയാവും എന്നുള്ള ഇതൊന്നുമല്ല. നമുക്ക് ഓരോ ദിവസം കഴിയുന്നതിന് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പതിയെ 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 മാത്രമേ കുറഞ്ഞു വരൂ. എനിക്ക് കുറേ നാളെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ. അതെനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഒരു 45 ഡേയ്സിനൊക്കെ ഇവനെ കാണിക്കാൻ വേണ്ടി പോകുമ്പോൾ, ഫസ്റ്റ് ഹോസ്പിറ്റൽ വിസിറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ എനിക്ക് സ്റ്റിച്ചിൻ്റെ പെയിൻ ഉള്ളത് കൊണ്ട് എനിക്ക് മര്യാദയ്ക്ക് നടക്കാനോ കുഞ്ഞിനെടുക്കാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. കുറേ നാൾ എനിക്ക് നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് എനിക്ക് കുറച്ച് കൂടുതലായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതെന്താണെന്നറിയോ, എനിക്ക് ഫുള്ളായിട്ട് ബെഡ് റെസ്റ്റ് ആയിരുന്നു. എനിക്ക് എൻ്റെ പ്രഗ്നൻസിയിൽ 4 മാസം തൊട്ട് ഈ 9 മാസം വരെ എനിക്ക് ഫുള്ളായിട്ട് ബെഡ് റെസ്റ്റ് ആയിരുന്നു, കംപ്ലീറ്റ് ക്ലാസ്സിൻ്റെ പ്രിവ്യൂ ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് അവിടെ നിന്ന് ഞാൻ പെട്ടെന്ന് എണീച്ച് നടക്കാനോ ഒക്കെ നോക്കുമ്പോൾ എനിക്ക് അത് പറ്റുന്നുണ്ടായിട്ടില്ല. ഭയങ്കരമായിട്ട് ഇരുന്നെടുക്കുന്ന എണീക്കാനോ അതൊക്കെ എനിക്ക് കുറേ നാൾ ഒരു 5-6 മാസമൊക്കെ കഴിഞ്ഞിട്ടും എനിക്ക് ഇരുന്നെടുത്തുനിന്ന് അങ്ങനെ പെട്ടെന്ന് എണീക്കാനോ അങ്ങനെയൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം നല്ല റെസ്റ്റ് എടുത്തിരിക്കുന്ന ഒരു ബോഡി പെട്ടെന്ന് നമ്മൾ ആക്റ്റീവ് ആവാൻ നോക്കിയാൽ പറ്റത്തില്ല. പതിയെ പതിയെ അത് മാറത്തുള്ളൂ. എനിക്കങ്ങനെയാണ്. എൻ്റെ കേസിൽ ഞാൻ എൻ്റെ ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ. പിന്നെ കാണിക്കാനൊക്കെ പോകുമ്പോൾ അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഇത്രയും റെസ്റ്റൊക്കെ എടുത്തുകൊണ്ടാണ്, പതിയെ പതിയെ മാറിക്കോളും, കുഴപ്പമില്ല, അതൊന്നും പേടിക്കേണ്ട, എല്ലാം സെറ്റ് ആയിക്കോളും കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും ഞാനിങ്ങനെ വിചാരിക്കും ഈ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, ഈ സ്റ്റിച്ചിൻ്റെ ആ ഒരു വലിഞ്ഞു പിടിക്കുന്ന പോലത്തെ ഒരു ബുദ്ധിമുട്ട്, അതൊക്കെ എന്തോ ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആയിരിക്കും നമുക്ക്. സ്റ്റിച്ച് ഒരു തരം വലിഞ്ഞു പിടിക്കുന്ന ഒരു ഫീലിങ്സ് ഉണ്ടാവും നമുക്ക്. അപ്പോൾ അതൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കും, ഈ ഒരു വേദനയും ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഇതുമൊക്കെ നമുക്ക് ഇനി എന്താ പറയുക ഉടനീളം ഇങ്ങനെ തന്നെ ആയിരിക്കുമോ, അല്ലെങ്കിൽ ഇത് എപ്പോഴെങ്കിലും മാറുമോ, ഇതിങ്ങനെ തന്നെ ആയിരിക്കും നമുക്ക് എപ്പോഴും ഒരു ഇങ്ങനെ തന്നെ ആയിരിക്കും നമുക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ട് ഇതിനെക്കൊണ്ട് ഉണ്ടാവും എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു കേട്ടോ. എന്ത് തന്നെയായാലും എനിക്ക് ഇത്ര വരെ എനിക്കിപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് 3 വർഷമായിട്ടുണ്ട്. 3 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 വർഷം ആകുമ്പോഴേ എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ഓടിച്ചാടി നടന്ന പോലെ എനിക്ക് ഇപ്പോഴും അങ്ങനെ പറ്റത്തില്ല. എന്നാലും ആ പണ്ടത്തെ ആ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് ഉണ്ട് എന്നല്ല, എന്നാലും ആ സ്റ്റിച്ചിൻ്റെ അടുത്തുനിന്ന് നമുക്കൊരു അവിടെ തൊടുമ്പോൾ ആയാലും ഒരു പെയിൻ ഉണ്ട്, ചെറിയൊരു നമുക്ക് സഹിക്കാൻ പറ്റുന്ന വേദനയാട്ടോ. എന്നാലും നമുക്ക് ബോഡിയിലുണ്ടാകുന്ന ഒരു ചേഞ്ച് നമുക്ക് പറയണമല്ലോ. സ്റ്റിച്ചിൻ്റെ അടുത്ത് തൊടുമ്പോൾ നമുക്കൊരു ചെറിയ വേദനയുണ്ട്. പിന്നെ നമ്മൾ പെട്ടെന്ന് എന്താ പറയുക ബെഡിൽ നിന്നൊക്കെ ചാടി എണീക്കാനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റിച്ചിൻ്റെ അടുത്ത് എന്തോ ഫീൽ ചെയ്യുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ചില സമയത്ത് നമ്മൾ ചുമക്കൊക്കെ ചുമക്കൊക്കെ ചെയ്യുമ്പം ചിലപ്പോൾ എന്തോ ഇങ്ങനെ കുളത്തി വലിക്കുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. അതൊക്കെ ലൈഫ് ലോങ് ഉണ്ടാകും എന്നൊക്കെ ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കുറേ നാൾ ആയിട്ട് ഡെലിവറി കഴിഞ്ഞ് നിൽക്കുന്നവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും സ്റ്റിച്ചിൻ്റെ അടുത്ത് ഭയങ്കര ഒരു ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ.
പിന്നെ കുറേ ആൾക്കാർ ചെയ്യുന്ന കാര്യമാണ് നമുക്ക് നല്ല വയറുണ്ട്. എനിക്കൊക്കെ നല്ല വയറുണ്ടായിരുന്നു. ഡെലിവറി കഴിഞ്ഞിട്ടും കുറേ നാൾ എടുത്തിരുന്നു അത് പോകാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്കിപ്പോൾ കാര്യമായിട്ട് അങ്ങനെ വയറില്ല. അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് വയറ് കുറച്ചെന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒന്നും ഇതുവരെ എൻ്റെ വയറ് കുറയാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വയറ് ഫുള്ളായിട്ട് അങ്ങ് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്തായാലും നമ്മൾ എന്താ പറയുക, ഇത്രയും സ്ട്രെച്ചായ വയറുണ്ടല്ലോ, എങ്ങനെ പോയാലും നമ്മളെ പഴയ അവസ്ഥയിലേക്ക് നമുക്ക് എന്തായാലും മാറത്തില്ല. പണ്ട് നമ്മൾ എങ്ങനെ ഉണ്ടായിരുന്നോ, ഡെലിവറിക്ക് മുന്നേ ഒക്കെ ഉണ്ടായിരുന്നു, ആ ഒരു അവസ്ഥ നമുക്ക് ഒരിക്കലും വരത്തില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഒരു ഇത്രയും എലാസ്റ്റിക് ഒക്കെ ആയ സാധനം പെട്ടെന്ന് ചുരുങ്ങുമ്പോൾ അതിൻ്റെതായ ചുളിവ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വയറ് എത്ര കുറഞ്ഞാലും നമുക്ക് ആ ഒരിത് ഉണ്ടാവും. എനിക്കങ്ങനെയാണ് ഇത്ര വർഷമായിട്ട് എനിക്ക് തോന്നിയത്, ഉണ്ടാവും. പിന്നെ എങ്ങനെയാണ് എൻ്റെ വയറ് കുറച്ചതെന്നുള്ളത്, വയറ് കുറക്കാൻ വേണ്ടി ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പിന്നെ എല്ലാവരും വയറ് കെട്ടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു വയറ് കെട്ടാൻ വേണ്ടിയിട്ടൊന്നും പാടില്ല, നിങ്ങൾ ഒരു മാസത്തിന് ശേഷം നമുക്ക് എക്സസൈസ് ആണ് ഡോക്ടർമാർ പറയുന്നത് വയറൊക്കെ കുറയാൻ വേണ്ടി, അതാണ് ഹെൽത്തിങ് കേട്ടോ. ഞാൻ എക്സസൈസ് പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എൻ്റെ മടി കാരണം. വയറ് കുറയുകയാണെങ്കിൽ കുറയട്ടെ. എൻ്റെ ഫീലിങ്സ് എന്താണെന്നറിയോ, എനിക്ക് കുറേ പേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വയറ് ഉണ്ടല്ലോ. എനിക്ക് നന്നായിട്ട് വയറുണ്ടായിരുന്നു, എനിക്ക് പതിയാണ് വയറ് മാറിയത്. അപ്പോൾ എൻ്റെ ഒരു ഫീലിങ്സ് എന്താണെന്ന് എനിക്ക് തോന്നി, കാരണം നല്ലൊരു കാര്യം ചെയ്തിട്ടാണ് എനിക്ക് വയറ് വന്നത്. അപ്പോൾ അത് കുറക്കാനായിട്ട് ഞാൻ കറക്റ്റ് എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. എനിക്കിത് കുറഞ്ഞാലും പ്രശ്നമില്ല, കുറഞ്ഞിട്ടില്ലെങ്കിലും പ്രശ്നമില്ല എന്നുള്ള ആ ഒരു ഇതിലായിരുന്നു എനിക്ക്. കാരണം നല്ലൊരു കാര്യം ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ബോഡിയിൽ വന്ന ഒരു ചേഞ്ച് ആണല്ലോ, അത് മാറ്റിയെടുക്കാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അമ്മ നിർബന്ധിച്ച് എനിക്ക് വയറൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് ഒരു ദിവസം എന്താ പറയുക, മറ്റൊരു മുണ്ടുണ്ടല്ലോ, വലിയൊരു മുണ്ടൊക്കെ എടുത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കിത് ഒന്ന് കെട്ടി നോക്കാം, എനിക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നീ അയച്ചു മാറ്റിക്കോന്ന് പറഞ്ഞിട്ട് കുറേ ദിവസം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ, അതിപ്പോൾ 45 ദിവസം അങ്ങനെയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഫസ്റ്റ് ടൈം അമ്മ എനിക്ക് അങ്ങനെ ചെയ്തു തന്നത്. എൻ്റെ മോനെ അത് ചെയ്തപ്പോൾ തൊട്ടില്ലേ എനിക്ക് പിന്നെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. കാരണം അത്രയും ടൈറ്റിലാണ് അവർ വിളിച്ച് കിട്ടുന്നത്. അങ്ങനെ തന്നെയാണത് കെട്ടുക അങ്ങനെയാണെങ്കിൽ നമ്മളെ വയറ് കുറയുന്നതാണ് പറയുന്നത്. പക്ഷേങ്കിൽ അതൊട്ടും നമുക്ക് ഹെൽത്തി അല്ല. ഞാൻ എൻ്റെ ഡോക്ടറോട് കൃത്യമായിട്ട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല, എക്സസൈസാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സ്റ്റിച്ചിനും ഒക്കെ ബാധിക്കും. പിന്നെ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, ഇത്രയും വയറൊക്കെ കെട്ടിയിട്ടാണല്ലോ നമ്മൾ പണ്ട് കാലത്തുള്ളവരൊക്കെ വരുന്നത്, എന്നാൽ കൂടി അവർ വയറ് കുറയുന്നുണ്ടോ? ഇല്ലല്ലോ. അത് ഞാൻ നോട്ട് ചെയ്ത കാര്യമാണ്. എന്നാൽ കൂടി ഒരുപാട് ഇതുവരെ കെട്ടി ഫുള്ളായിട്ട് നല്ല അതിൻ്റെ ഒരു ഇതിൽ ഫുള്ളായിട്ട് ത്രൂ ആയിട്ട് കെട്ടി വന്നവരൊക്കെ തന്നെ വയറ് കൊണ്ട് തന്നെ കഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ എനിക്ക് കാര്യമായിട്ട് എനിക്കങ്ങനെ സൈസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കണം, എന്നാലും ഞാൻ അത്യാവശ്യം ഡെലിവറി കഴിഞ്ഞപ്പോൾ സൈസ് ഉണ്ടായിരുന്നു. ആ ഒരു സമയത്തും എൻ്റെ വയറ് എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ആ ഒരു സമയത്തുണ്ടായിരുന്നു, നല്ല വയറുണ്ടായിരുന്നു. നമ്മൾ പെട്ടെന്ന് ഡെലിവറി കഴിഞ്ഞപ്പം പെട്ടെന്ന് അങ്ങനെ വയറ് പോകത്തില്ല, എന്നാലും അത് പതിയെ എനിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഇപ്പോഴും വയറുണ്ട്, ഇല്ലെന്നല്ല, ഭയങ്കരമായിട്ട് തള്ളി നിൽക്കുന്ന ആ ഒരു ഇതില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഡോക്ടറോട് കൃത്യമായിട്ട് നിങ്ങളെ ചോദിച്ച് മനസ്സിലാക്കുക. സ്റ്റിച്ച് ഉണ്ടെങ്കിൽ കെട്ടാൻ വേണ്ടി പറ്റുമോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് മാത്രമേ ചെയ്യാൻ വേണ്ടി പറയുള്ളൂ. അത് നമ്മുടെ സ്റ്റിച്ചിനൊക്കെ പ്രശ്നം ചെയ്യുന്നത്. ആദ്യമൊക്കെ ഉണ്ടല്ലോ, വീട്ടിലൊക്കെ പോയി കഴിഞ്ഞപ്പം എനിക്ക് പിന്നെ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ കുഞ്ഞിന് ഫീഡ് ചെയ്യണം. അപ്പോൾ എന്തായാലും 3 ദിവസമൊക്കെ പാല് നമുക്ക് കുറച്ചേ വരുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ഹോസ്പിറ്റലിന് വരുന്നപ്പോൾ 3 ദിവസമേ പാലിന് ബുദ്ധിമുട്ടല്ല, അതങ്ങനെ വരുത്തുള്ളൂ പറഞ്ഞത്. ആദ്യത്തെ ആ ഒരു പാലിന് നമ്മൾ കൊളസ്ട്രോൾ ആണെന്ന് പറയാം. അത് അത്രയും നമുക്ക് അവർക്ക് 2 തുള്ളിയാണെങ്കിൽ അത്രേ വേണ്ടു അവർക്ക്, അത് ഭയങ്കര ഹെൽത്തിയാണ് അവർക്ക് എന്നാണ് അവൾ പറയാറ്. അപ്പോൾ അത്രയും മതി. ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, പാലുണ്ടാവത്തില്ലേ കുഞ്ഞിക്ക് കുടിക്കുക എന്നുള്ളതിൽ. ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല രീതിക്ക് പാല് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും, മിക്ക ആൾക്കാരും അങ്ങനെ തന്നെയായിരിക്കും അല്ലേ. അപ്പം 3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നല്ല രീതിക്ക് പാല് വന്നു. പിന്നെ നമ്മൾ അതിനകത്തുള്ള ഫുഡൊക്കെ കഴിക്കുമ്പോൾ പിന്നെയും നമുക്ക് കൂടി വരിക ചെയ്യാം. അപ്പോൾ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പോയപ്പം ഭയങ്കര എന്താ പറയുക, ഫുഡ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ചോറൊക്കെ കഴിക്കുമ്പം നമ്മുടെ വയറ്റിലുണ്ടല്ലോ എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ്, നമ്മുടെ വയറ്റിൽ ഡെലിവറി ഇരിക്കുമ്പോൾ കുറേ എന്തൊക്കെയോ കല്ലുകളൊക്കെ, കുറേ ഉരുളൻ കല്ല് വാരി വയറ്റിലിട്ട പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. നമ്മൾ എവിടെയൊക്കെ തൊടുമ്പോൾ ഒരു തരം ഉരുണ്ട്, എന്താണ് സംഭവം എന്നൊന്നും എനിക്കറിയത്തില്ല, എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മേലെ ഈ ഫുഡും കൂടെ കഴിക്കുമ്പോൾ നമുക്ക്
ഭയങ്കര എന്താ പറയുക, കല്ലൊക്കെ നമ്മൾ വിഴുങ്ങിയാൽ ഒരവസ്ഥ ഉണ്ടല്ലോ, നമുക്ക് എന്തോ ഒരു വയറ്റിൽ എന്തോ ഒരു താങ്ങി നിൽക്കുന്നത് പോലെ, ഭയങ്കര ഒന്ന് സാഗ് ചെയ്ത് നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് നടക്കാനും ഒക്കെ നമ്മൾ നോക്കണം. അപ്പാടെ തന്നെ കിടക്കാനൊന്നും പാടില്ല. കിടക്കുന്ന സമയത്തായാലും നമുക്ക് വയറ് ഇങ്ങനെ കിടക്കുന്ന നമ്മൾ ജസ്റ്റ് ഒന്ന് ചെരിയുമ്പോൾ നമ്മുടെ വയറ് ഒറ്റയടിക്ക് ഇങ്ങനെ ചെരിഞ്ഞ പോലെ തോന്നും. അതൊക്കെ ഭയങ്കര നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ എടുക്കുമ്പോൾ ആയാലൊക്കെ ആദ്യം എന്തായാലും പ്രശ്നം ഉണ്ടാകും. പിന്നെ നമുക്കത് ഇതാവത്തില്ല. ഞാനൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, ഇതൊക്കെ എന്ന് മാറി, ഇനി ഇതൊക്കെ ഒന്നും മാറാൻ വേണ്ടി പോകുന്നില്ല, ഈ സ്റ്റിച്ചിൻ്റെ പെയിനൊന്നും മാറത്തില്ല എന്നൊക്കെ വിചാരിച്ച് തന്നെയാണ്. കാരണം അങ്ങനെ നമുക്ക് തോന്നും ചില സമയത്ത് ഇതൊക്കെ മാറും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ എന്തായാലും എപ്പോഴായാലും നമുക്ക് ചെറിയൊരു ഡിഫിക്കൽട്ടി ഇതിനെക്കൊണ്ട് ഉണ്ടാവും അതൊക്കെ ചിന്തിച്ചാൽ. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പതിയാണ് കേട്ടോ മാറിയത്, വളരെ പതിയാണ് എനിക്ക് മാറിയിട്ടുണ്ടായത്. ഞാൻ പരമാവധി എന്താ പറയുക നടക്കാനും ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം, പക്ഷേ പതിയെ മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നടക്കാനായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കുറച്ച് പതിയെ മാത്രമേ, വേദനയായാലും കുറച്ച് സ്റ്റിച്ച് ഉണങ്ങുമ്പോൾ ഒക്കെ നമുക്ക് സ്റ്റിച്ചിൻ്റെ ആ പാട് നമുക്ക് കാണാമല്ലോ, ആ തുന്നിയെടുത്തത് അതൊക്കെ നമ്മുടെ സ്റ്റിച്ച് നമുക്ക് അവിടെ നിന്ന് കട്ട് ചെയ്ത് തരിക കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം. ഇതിപ്പോൾ ഒരുപാട് ലെങ്തായി തോന്നുന്നു. അപ്പോൾ ഇനിയും ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. സ്റ്റിച്ച് കട്ടിങ്ങിൻ്റെ കാര്യത്തെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലെങ്ത് ആയിരിക്കും. സ്റ്റിച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് ഇതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ആൾക്കാർ. അപ്പോൾ അത് മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ യൂസ്ഫുൾ ആയെന്ന് തോന്നുമെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം. ഇതുപോലുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്തത്. അപ്പോൾ എനിക്കിതിലൂടെ പറയാനുള്ളത്, അനസ്തേഷ്യ ആരും തന്നെ ഭയക്കേണ്ടതില്ല. അത് നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ ഭയങ്കരമായിട്ട് നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമൊന്നുമല്ല. നമ്മളെ ബോഡിയിലേക്ക് നമുക്ക് പറ്റുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഇഞ്ചക്ഷനൊക്കെ പേടിയുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇഞ്ചക്ഷൻസൊക്കെ എടുക്കാനുണ്ടല്ലോ. ഫസ്റ്റ് ആയാലും TT കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര പേടിയായിരുന്നു. ഇഞ്ചക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ഇഞ്ചക്ഷനൊക്കെ നമുക്ക് നമ്മൾ പറയുമല്ലോ, ഓരോരോ അവസ്ഥ എത്തുമ്പോൾ നമ്മൾ അതിനൊത്ത് നമുക്ക് മാറാൻ വേണ്ടി പറ്റുന്നൊക്കെ, അതൊക്കെ സത്യമായിട്ടോ. നമ്മൾ ആ സമയത്തൊക്കെ എനിക്ക് ഇഞ്ചക്ഷനെ വലിയ പേടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇഞ്ചക്ഷനൊക്കെ ഒരുപാട് അടിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിങ് ഒക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഇഞ്ചക്ഷന് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വെക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ബ്ലീഡിങ് നിൽക്കാൻ വേണ്ടി നമുക്ക് ഇഞ്ചക്ഷൻ ചെയ്യും. പ്ലസിൻ്റെ പ്രീവ്യൂ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ബ്ലീഡിങ് ഹൈ റിസ്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ആദ്യം തന്നെ അനസ്തേഷ്യൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇഞ്ചക്ഷനെ പേടിച്ചിട്ട് നിൽക്കുന്നവർ, ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു അമ്മയാവാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവർക്കൊക്കെ പേടി ഉണ്ടായിരിക്കുന്ന ഇഞ്ചക്ഷൻ, അനസ്തേഷ്യ. ഇതൊന്നും ആരും പേടിക്കേണ്ട. പിന്നെ നമ്മൾ ഈ വയറ് കെട്ടുക കാര്യങ്ങളൊക്കെ നമ്മളെന്ത് ചെയ്യുമ്പോഴും നമ്മുടെ എന്താ പറയുക ഡോക്ടറെ ഒപ്പീനിയൻ മാത്രം എടുത്തിട്ട് നമ്മൾ ചെയ്യും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.